എൻ്റെ പേര് അനൂപ്. ഞാൻ മോസ്റ്റ് വിഷൻ എന്ന സ്ഥാപനത്തിൻ്റെ CEO ആണ്. 2 ദിവസം മുമ്പ് നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വീഡിയോ വരികയും ഫേസ്ബുക്കിൽ മറ്റു മീഡിയയിലൊക്കെ വരികയും അതുപോലെ അത് വളരെയധികം അതിൽ നിന്ന് കസ്റ്റമറുകളെ വിളിക്കുകയും ഒരു നമുക്കൊരു കൺട്രോൾ ചെയ്യുന്നതിന് അധികം കോളുകളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം നമുക്കിത് അവർ ചോദിക്കുന്ന ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞങ്ങളായിട്ടൊരു വീഡിയോ എടുത്ത് ഇതിൽ പോസ്റ്റ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം മെയിനായിട്ട് നമ്മുടെ സ്ഥാപനത്തെ പറ്റി ആദ്യം പറയാം. നമ്മുടെ സ്ഥാപനം 2014 സ്റ്റാർട്ട് ചെയ്തതാണ്. പാരിപ്പള്ളിയാണ് ആദ്യ സ്ഥാപനം. കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിലാണ് ആദ്യ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊല്ലം ജില്ലയിൽ തന്നെ ആയൂര്, പിന്നെ അതുപോലെ തന്നെ അടൂര്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അടൂര്, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂട്, ഇത്രയായിട്ട് നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. ഇന്ന് ഓൾ കേരള സെയിൽസ്, സർവീസ്, ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PM സൂര്യഗർ, പ്രൈം മിനിസ്റ്ററിന്റെ സൂര്യഗർ എന്ന് പറഞ്ഞ പദ്ധതിയിൽ, സോളാറിന്റെ പദ്ധതിയിൽ നമ്മൾ ഡയറക്റ്റ് വെണ്ടറാണ്, ഡയറക്റ്റ് രജിസ്റ്റർ ഉള്ള സ്ഥാപനമാണ്. നമ്മൾ ഇതിന്റെ ഓൺ ഗ്രിഡ് പ്രൊജക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺ ഗ്രിഡും ഉണ്ട്, ഹൈബ്രിഡും ഉണ്ട്. ആ വീഡിയോയിൽ വന്നതെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആയിരുന്നു ആ വെച്ചേക്കുന്നത്. അതിൽ ഹൈബ്രിഡ് വരുന്ന സമയത്ത് ബാറ്ററിയും കൂടി വരുന്നുണ്ട്. അതായത് ഓൺ ഗ്രിഡ് തന്നെ അതുപോലെ KCB കറണ്ട് കൊടുക്കുന്നു, എന്നാൽ നമ്മുടെ ബാറ്ററി വെച്ച് ബാറ്ററി സ്റ്റോർ ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് വീട്ടിലേക്ക് എടുത്തിട്ട് ബാലൻസ് ഉള്ള കറണ്ട് മാത്രമാണ് KCB കൊടുക്കുന്നത്. അതാണ് ഹൈബ്രിഡ് ടെക്നോളജി. നോർമലി ഓൺ ഗ്രിഡിൽ നിന്ന് ഏകദേശം ഒരു 3 kV ആണെങ്കിൽ 1 ലാഖിന്റെ അടുപ്പിച്ചുള്ള വ്യത്യാസം ഹൈബ്രിഡിന് വരും. അതുപോലെ തന്നെ ഒരു 5 kV ആണെങ്കിൽ ഏകദേശം 2 ലാഖ് അടുപ്പിച്ചുള്ള വ്യത്യാസം ഈ ഹൈബ്രിഡിന്റെ ലിഥിയം അയൺ ബാറ്ററിയാണ്. ലിഥിയം അയൺ ബാറ്ററി എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ആഫ്റ്റർ ഫ്യൂച്ചറിൽ മെയിൻ്റനൻസ് വളരെ കുറവാണ്. നമുക്ക് ബാറ്ററി വാട്ടർ കാര്യങ്ങൾ യൂസ് ചെയ്യാതെ തന്നെ ലോങ് ലൈഫ് നിൽക്കും. അതിന് 5 years വാറണ്ടി ആണെങ്കിൽ പോലും 25 years ആണ് ഒരു പെർഫോമൻസ് പറയുന്നത്. പിന്നെ പല ബ്രാൻഡുകളിലും വാറണ്ടിക്ക് വ്യത്യാസമുണ്ട്. 5 years ഉള്ളതുണ്ട്, അതുപോലെ തന്നെ 8, 10 years നിലവിൽ അവൈലബിൾ ഉള്ള ബ്രാൻഡുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ കാര്യത്തിൽ, അതായത് ഓൺ ഗ്രിഡ് ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിലവിൽ പ്രൈം മിനിസ്റ്ററിന്റെ ഈ സൂര്യഗർ എന്ന പദ്ധതി വഴി ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നത് ഓൺ ഗ്രിഡിന്റെയാണ്. അതിൽ യൂസ് ചെയ്യുന്നത് ഓൺ ഗ്രിഡിന് വരുന്ന സമയത്ത് ഒന്ന് സബ്സിഡിയാണ്, മെയിൻ സബ്സിഡി കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത് അതിൽ യൂസ് ചെയ്യുന്ന പാനൽ DCR പാനലാണ്. DCR സർട്ടിഫിക്കേഷൻ ചെയ്ത പാനൽ മാത്രമാണ് ഈ ഓൺ ഗ്രിഡിൽ യൂസ് ചെയ്യുന്നത്. DCR സർട്ടിഫിക്കേഷൻ ചെയ്ത പാനൽ എന്ന് പറയുമ്പോഴത്തേന് മറ്റ് പാനലിന്റെ തമ്മിൽ വ്യത്യാസം നിന്ന് DCR സർട്ടിഫിക്കേഷന് വേണ്ടി ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് പ്രൊഡക്ഷൻ ചെയ്തേക്കുന്ന മോഡലുകൾ. 2 പാനലും കണ്ടാൽ ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. രണ്ടിലും ഏകദേശം സ്പെക്ക് വെച്ച് എല്ലാം സെയിം ആയിരിക്കും. എന്നാൽ അതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസം വരുത്തിക്കൊണ്ട് ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന രീതിയിൽ ചെയ്ത് അതിന്റെ സർട്ടിഫിക്കേഷൻ എടുത്തേക്കുന്നതാണ് DCR സർട്ടിഫിക്കേഷൻ. നെക്സ്റ്റ് നോൺ DCR പാനൽസും ഉണ്ട്. നോൺ DCR വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി കിട്ടത്തില്ല. DCR വെച്ചാണ് സബ്സിഡി കാര്യങ്ങളെല്ലാം കിട്ടുന്നത്, DCR പാനൽസ് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന മെയിൻ ബ്രാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂറ്റിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഓൺസൈറ്റ് വാറണ്ടിയുള്ള ബ്രാൻഡാണ് യൂറ്റിൽ. പിന്നെ അതുപോലെ ഹാവൽസ് ചെയ്യുന്നുണ്ട്. ഹാവൽസ് ഓൺസൈറ്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വാരി, വിക്രം, പാനാസോണിക്, അദാനി എന്നുള്ള ബ്രാൻഡുകളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളൊരു ബ്രാൻഡിന്റെയും കീഴിൽ നിൽക്കുന്നവരല്ല. നമ്മൾ മോസ്റ്റ് വിഷൻ്റെ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനം ഡയറക്റ്റ് സോളാറിന്റെ ഈ PM സൂര്യയുടെ ഡയറക്റ്റ് രജിസ്റ്റേർഡ് വെണ്ടറാണ് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മുടെ സർവീസ്, സെയിൽസ്, ഇൻസ്റ്റാളേഷൻ എല്ലാം നമ്മൾ ഓൾ കേരള ചെയ്യുന്നത്. നമ്മൾ അത്രത്തോളം നമ്മുടെ ടീമുണ്ട്. ഇത്രയും വർഷമായിട്ട് നമ്മൾ ഓൾ കേരള സർവീസും സെയിൽസും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. സർവീസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ. ഇപ്പോഴും അതുപോലെ തന്നെ സർവീസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ പുതിയ വർക്കുകൾ, അതായത് ഇൻസ്റ്റാളേഷൻസ് വരുന്ന സമയത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞ് അതിന് നല്ല സർവീസും സപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് വീണ്ടും നമുക്ക് നല്ല കസ്റ്റമറുകളെ, അതായത് അവർ വഴി തന്നെ വീണ്ടും കസ്റ്റമർ ടു കസ്റ്റമർ നമുക്ക് വീണ്ടും കസ്റ്റമറിനെ കിട്ടും. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഓഫീസിന്റെ വളർച്ചയിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ EMI പറ്റി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ EMI പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയാം. EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് PM സൂര്യയുടെ അതിൽ തന്നെ ഉള്ള EMI പ്രോസസ്സാണ്. അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 7% ഇൻട്രസ്റ്റ് റേറ്റിംഗിൽ വെച്ചിട്ട് EMI ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു 2 kV, ഒരു 3000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാൾക്ക് ചെയ്യേണ്ടത് ഒരു 2 kV നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതാണെങ്കിൽ അതിനൊരു എമൗണ്ട് വരുമ്പോൾ ഏകദേശം ഒരു 1,65,170 ആ റേഞ്ചോളം പ്രൈസ് വരുന്നത്. അതിൽ ഏകദേശം ഒരു 60,000 രൂപ അടുപ്പിച്ചുള്ള സബ്സിഡി കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളതിന് EMI ആണ് വരുന്നത്. ഏകദേശം ഒരു 1,500 രൂപയ്ക്കകത്തൊരു EMI എമൗണ്ടാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു 3 kV പ്ലാന്റ് ആണെങ്കിൽ ഏകദേശം 2 മാസത്തെ 6,000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാൾക്ക് ഒരു 3 kV പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഏകദേശം ഒരു ടോട്ടൽ എമൗണ്ട് വെച്ചാൽ 2,20,000 ആ റേഞ്ചാണ് എമൗണ്ട് വരുന്നത്. അതിൽ 78,000 രൂപ സബ്സിഡി കിട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിൻ്റെ EMI വരുന്ന സമയത്ത് ആദ്യം പെർ ലാക്കിന് 1200 1300 വെച്ച് ഏകദേശം 2300 2500 അകത്താണ് EMI വരുന്നത്. ഈ EMI വരുന്ന സമയത്ത് ആദ്യത്തെ 2 മാസം ഇവർക്ക് EMI, 2 മാസം കഴിയുമ്പോൾ തന്നെ ഇതിലോട്ട് സബ്സിഡി എമൗണ്ട് 78,000 വന്ന് ഈ ലോൺ അക്കൗണ്ടിൽ വന്ന് കുറയുന്നതായിരിക്കും. പിന്നെ പിന്നെയും അടവ് ഇതേ റേഞ്ച് തന്നെ എമൗണ്ട് അടവ് വരുന്നത്, എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റിംഗ് കുറയും. അതായത് മറ്റേ 2 ലാഖിനുള്ള 2.20 ലാഖിൻ്റെ എമൗണ്ടിനുള്ള ഇതാണ് ഇൻട്രസ്റ്റ് ആണ് അവർ അടച്ചെങ്കിൽ പിന്നെ പോകുമ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഏകദേശം 1-1.5 രൂപയ്ക്കകത്തുള്ള എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ മുതൽ കൂടുതൽ കയറി വളരെ പെട്ടെന്ന് EMI ക്ലോസ് ആവും. ആദ്യം സാങ്ഷൻ ആവുന്ന 10 ഇയേഴ്സിലേക്കാണെങ്കിൽ ഏകദേശം ഒരു 5 to 6 ഇയേഴ്സിനുള്ളിൽ അത് ക്ലോസ് ആവും EMI. ഇങ്ങനെയാണ് നിലവിൽ നമ്മൾ EMI ചെയ്യുന്നത്. SBI, കാനറ ബാങ്ക്, അതുപോലെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഏകദേശം 12ഓളം ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ വേണ്ട എലിജിബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാര്യത്തിൽ, അതായത് കസ്റ്റമറിന് വേണ്ടതെന്ന് പറഞ്ഞാൽ 18 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ള ആധാർ കാർഡുള്ള ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ കസ്റ്റമറിന് സിവിൽ സ്കോർ 650 മുകളിൽ വേണം. പിന്നെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ അവരുടെ ജോലി എലിജിബിലിറ്റി വേറെ എലിജിബിളായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ വരുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കസ്റ്റമറിന്റെ ഇത് വെച്ച് 3 KB കഴിഞ്ഞ് പിന്നെ 5 KB ഡീറ്റെയിൽ പറഞ്ഞില്ല. 5 KB ആണെങ്കിൽ 2 മാസത്തിൽ 13,000 വരെ കറണ്ട് ബില്ലിൽ വരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അത്രയും രൂപ വരെ കവർ ചെയ്യാൻ 5 KB പ്ലാൻ കൊണ്ട് പറ്റും. 5 KB ആണെങ്കിൽ ഏകദേശം ഒരു 3,30,000 3,40,000 പ്രൈസ് വരുന്നുണ്ട്. ഏകദേശം പ്രൈസ് പറയുന്നത് ഏകദേശം ഒരു 10,000 വേരിയേഷൻ കസ്റ്റമർ സൈറ്റിൽ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ വേരിയേഷൻ വന്നാൽ അത് മുൻകൂട്ടി പറയുന്നത്. നെക്സ്റ്റ് ഈ പറഞ്ഞ അതായത് ഇതിന് EMI വരും 5 KB EMI വരും ഏകദേശം ഒരു 4,000 രൂപ, ഒരു 4,500 ആ റേഞ്ചായിരിക്കും EMI വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് 10 KB ഉണ്ട്. 10 KB ആണെങ്കിൽ ഒരു 2 മാസത്തിൽ 20,000 25,000 രൂപ കറണ്ട് ബില്ല് കവർ ചെയ്യും. അതിന് വരുന്ന EMI വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6,000 രൂപയ്ക്ക് മുകളിലായിരിക്കും അതിൻ്റെ EMI വരുന്നത്. ഒരു ടോട്ടൽ എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ 630 ടോട്ടൽ എമൗണ്ട്, 6,30,000. അതിൽ 78,000 സബ്സിഡി. 3 KB കഴിഞ്ഞ് മുകളിലോട്ട് എത്ര ചെയ്താലും 78,000 രൂപയാണ് സബ്സിഡി കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മൾ അതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യനുകളിൽ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിലുള്ള ആൻസറുകൾ തരാം. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലെല്ലാം നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഏറ്റവും കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. 1 രൂപയ്ക്ക് സോളാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം. നമ്മൾ ഫ്രീ രജിസ്ട്രേഷൻ, അതായത് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ PM സൂര്യഘർ എന്ന് പറഞ്ഞ പദ്ധതിയിൽ സൈറ്റ് പോർട്ടലിൽ ഫ്രീ ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് EMI ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർ ജസ്റ്റ് 1 രൂപയ്ക്ക് നമ്മൾ അതിന്റെ ബുക്കിംഗ് എടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് അത് നേരെ EMI-ലോട്ട് കൊടുത്ത് പ്രോസസ്സ് അവർ വേറൊരു പേയ്മെൻറ്റും അടയ്ക്കാത്ത രീതി നമ്മളത് ചെയ്തു കൊടുക്കുന്നു. അതാണ് നമ്മൾ 1 രൂപയ്ക്ക് സോളാർ എന്നുള്ള ആ ഒരു ഇതിന് ക്വസ്റ്റ്യന് നമുക്ക് പറയാനുള്ള കാര്യം. അതാണ് 1 രൂപയ്ക്ക് ബുക്കിംഗ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളൊരു ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്താണോ നിൽക്കുന്നത്, അതോ നമ്മൾ എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ടോ? ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രാൻഡ് മാത്രമല്ല, നമ്മൾ ഒരുപാട് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഓൺ സൈറ്റ് സർവീസ് കൊടുക്കുന്ന, അതുപോലെ തന്നെ കസ്റ്റമറുമായിട്ട് ഏറ്റവും കൂടുതൽ ഡീലിംഗ് ചെയ്യാൻ ഏത് സൈറ്റിൽ, ഇപ്പം എക്സാമ്പിൾ കാസർഗോഡാണ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്താണ് എവിടെ വെച്ചാൽ അവിടെ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ സർവീസും സപ്പോർട്ട് കൊടുക്കുന്ന ഏത് ബ്രാൻഡാണ് ആ ബ്രാൻഡിനെ ആയിരിക്കും. ഓൺ സൈറ്റ് സർവീസ് സപ്പോർട്ട് കൊടുക്കുന്ന ബ്രാൻഡ് ആയിരുന്നു ആ ബ്രാൻഡിനെ കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യും. അതിൻ്റെ മെയിൻ കാര്യം തന്നെ സർവീസ് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ കസ്റ്റമറിന് കിട്ടാനാണ്. സർവീസ് നല്ല രീതിയിൽ കസ്റ്റമറിന് സർവീസും അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഡീലിംഗ് നല്ല രീതിയിലാണെങ്കിൽ വീണ്ടും നമുക്ക് അതുവഴി വീണ്ടും ഓപ്പർച്യൂണിറ്റി ഒരുപാട് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് അത്രത്തോളം നല്ല നിലവാരം കാണും. അതിനു വേണ്ടിയാണ് നമ്മൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിന് സബ്സിഡി ഉണ്ടോ? റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ ചെയ്യുന്നുണ്ട്. അതായത് അസോസിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ അസോസിയേഷൻ ആയിട്ടുള്ള ഇത് ചെയ്യുന്ന സമയത്ത് അതിന് സബ്സിഡി ഈ രീതിയിലാണ് ഉള്ളത്. ഇതാണെങ്കിൽ 3 KBക്ക് മുകളിലോട്ട് എത്ര ചെയ്താലും നമുക്ക് നോർമൽ ഒരു പേഴ്സണ് വരുന്നത് 78,000 സബ്സിഡിയാണ്. എന്നാൽ അസോസിയേഷൻ ബേസ് ചെയ്യുന്ന സമയത്ത് ഒരു 10 KB ചെയ്യണം. പെർ കിലോ വാട്ടിന് 18,000 വെച്ചാണ് അതിൻ്റെ സബ്സിഡി വരുന്നത്. അപ്പം നമ്മളൊരു അസോസിയേഷൻ ബേസിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ അവർക്ക് കിട്ടുന്ന ഒരു 10 KB ചെയ്താൽ 1,80,000 രൂപ അവർക്ക് ടോട്ടൽ എമൗണ്ട് സബ്സിഡി കിട്ടും. അതാണ് അസോസിയേഷൻ ബേസ് ആകുമ്പോൾ പെർ കിലോ വാട്ടിന് 18,000 വെച്ചാണ് സബ്സിഡി വരുന്നത്. കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മഴക്കാലം വന്നു കഴിഞ്ഞാൽ സോളാർ പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യം.
മഴക്കാലം വന്നാൽ സോളാർ പ്രവർത്തിക്കും. സോളാറിന് വേണ്ടുന്ന മഴ വെയിലെന്നല്ല, സൂര്യൻ ഉദിച്ച്, അതായത് സൂര്യൻ ഉദിച്ചാൽ സോളാർ പ്രവർത്തിക്കും. അപ്പോൾ സോളാറിന് മെയിനായിട്ട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ്. സൂര്യൻ ഉദിക്കുന്നിടത്തോളം കാലവും സോളാർ പ്രവർത്തിക്കും. അപ്പം രാത്രി സമയത്ത് സോളാർ പ്രവർത്തിക്കില്ല. പകൽ സമയത്ത് സൂര്യൻ ഉദിക്കുന്ന രാവിലെ 6 മണി 6:15 സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ അല്ലെ വൈകിട്ട് 6:15 അല്ലെങ്കിൽ 6:30 6:45 വരെ സോളാർ പ്രവർത്തിക്കും. അപ്പോൾ സോളാറിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ചൂടല്ല, അതിന് പ്രകാശമാണ്. പ്രകാശരശ്മി വഴിയാണ് സോളാറിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പം പ്രകാശത്തിന് എത്രത്തോളം പവർ കൂടുതലുണ്ട് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഇപ്പൊ കാർമേഘമൊക്കെ മൂടിയിരിക്കുന്ന സമയം ചോദിച്ചാൽ പ്രൊഡക്ഷൻ കുറച്ച് കുറവായിരിക്കും. പ്രൊഡക്ഷൻ കുറവേ ഉള്ളൂ, സോളാർ പ്രവർത്തിക്കാതിരിക്കത്തില്ല. അപ്പം വെയിലായാലും മഴയായാലും സോളാർ പ്രവർത്തിക്കും. കസ്റ്റമർ കൂടുതലും ചോദിക്കുന്ന ചോദ്യത്തില് എൻ്റെ വീട്ടിൽ 3 AC ഉണ്ട്, ഫാനുണ്ട്, അതുപോലെ 10-15 ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എത്രയുടെ സോളാറാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതില് ഇപ്പം വീട്ടില് ഒരു കസ്റ്റമർ എക്സാമ്പിൾ ഒരു 2 AC ഉണ്ട്, 2 AC മാത്രമുണ്ട്, ബാക്കിയെല്ലാം ഫാനും കാര്യങ്ങളും അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 12,000 കറണ്ട് ബില്ല് വരുന്ന കസ്റ്റമറും ഉണ്ട്. എന്നാൽ ഒരു AC വെച്ച് അതുപോലെ തന്നെ 9,000 കറണ്ട് ബില്ല് വരുന്ന കസ്റ്റമറും ഉണ്ട്. അത് 24 hours അവർ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കറണ്ട് ബില്ല് വരും. ഇപ്പം ഏകദേശം ഒരു 6 മാസത്തെ കറണ്ടിന്റെ അല്ലെങ്കിൽ കറണ്ട് ബില്ലിന്റെ അനുമതി നോക്കിയിട്ട് ആ കറണ്ട് ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്രയും സോളാർ വെക്കണം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിൾ ഒരു 4,000 രൂപ കറണ്ട് ബില്ല് അല്ലെങ്കിൽ ഒരു 5,000 രൂപയ്ക്കകത്ത് കറണ്ട് ബില്ല് വരുന്ന ഒരു കസ്റ്റമറാണെങ്കിൽ നമ്മൾ അവർക്ക് പറയാൻ പറ്റും 3 kW സോളാർ വെക്കാൻ. കാരണം അവർക്ക് ഏകദേശം 6,000 6,500 രൂപയുള്ള കറണ്ട് ബില്ല് 2 മാസത്തിൽ കവർ ചെയ്യും. അതേ സമയത്ത് അതേപോലെ തന്നെ ഒരു AC ഉണ്ട്, ഒരു കസ്റ്റമറിന് ഏകദേശം 7,000-8,000 രൂപ കറണ്ട് ബില്ല് വരും. 7,000-8,000 രൂപ കറണ്ട് ബില്ല് വരുന്നെങ്കിൽ അവർ എത്രയും സോളാർ വെക്കണമെന്ന് നമ്മളെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 5 kW സോളാർ വെക്കണം. കാരണം 2 മാസത്തിൽ 13,000-14,000 രൂപയുള്ള കറണ്ട് ബില്ല് അത് കവർ ചെയ്യും. അതായത് അത്രയ്ക്കുള്ള യൂണിറ്റ് അത് കവർ ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമുക്ക് എത്രയുടെ സോളാർ വെക്കണമെന്ന് പറഞ്ഞാൽ അത് കറണ്ട് ബില്ലിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കിലോ വാട്ട് എത്ര ലോഡ് അവർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഒരു ഫാനും ലൈറ്റും കാര്യങ്ങളും ആണെങ്കിൽ അവരുടെ ടോട്ടൽ ലോഡ് നമുക്ക് കണക്കൂട്ടാം. അതായത് എത്ര ഒരു ഫാനും ഇത്ര വാട്ട്സ് അവർ ഉപയോഗിക്കുന്നു എന്ന് പറയാനേ പറ്റും. പക്ഷെ അത് എത്രത്തോളം യൂസ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ അവരൊരു 3-5 മാസത്തെ കറണ്ട് ബില്ലിന് നമ്മൾ ഫീഡ്ബാക്ക് നോക്കിയാലേ നമുക്ക് അവരുടെ ഉപയോഗം അറിയാൻ പറ്റും. അതിനനുസരിച്ച് സോളാറാണ് ഓൺ ഗ്രിഡ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്. പിന്നെ ഹൈബ്രിഡ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഇതുപോലെ എത്ര ഫാനും ലൈറ്റ് കാര്യങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അതിൻ്റെ ഒരു ബാറ്ററി, ഒരു ഹെവി ഡ്യൂട്ടി ബാറ്ററി വെച്ചുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ ഒരു ലിഥിയം അയൺ ബാറ്ററി വെച്ചുകൊണ്ട് അവർക്ക് ഹൈബ്രിഡ് ചെയ്യും. ഇതിൽ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മുടെ ലിമിറ്റിന് അധികമുള്ള കോളുകൾ കാര്യങ്ങളൊന്നും 10,000 കണക്കിന് കോളുകളായിരുന്നു. അപ്പോൾ അത്രയും കോളുകൾ നമുക്ക് ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കോളുകൾക്ക് ആൻസർ കൊടുത്ത് ഇപ്പം നമ്മൾ ഇതുപോലെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം തന്നെ ഈ ഇത്രയും കോളുകൾ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം 10-20 കോളുകൾ പെൻഡിങ് ആയി മിസ് കോളുകളായി വരുന്നത്. അപ്പം നമ്മുടെ ഇതിൽ ബുക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറയാം. അപ്പം ആ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 3 to 5 ഡേയ്സിനുള്ളിൽ അങ്ങോട്ട് വിളിച്ച് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു തരും ഫ്രീ ആയിട്ട്. നെക്സ്റ്റ് പിന്നെ അതിലേക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പം ബുക്കിങ്ങിന് വേണ്ടി ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ആദ്യം KCB ബില്ലിൻ്റെ ഫോട്ടോ, 1 വർഷത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു KCB ബില്ലിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ, KCB ആയിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന ഫോൺ നമ്പർ, പിന്നെ ഒരു ഇമെയിൽ ID, പിന്നെ ഏത് ഡിസ്ട്രിക്റ്റാണ് ഉള്ളത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ EMI ആണോ അതോ ക്യാഷ് പേയ്മെൻ്റ് ആണോ നോക്കുന്നത്, റീപേയ്മെൻ്റ് ആണോ EMI ആണോ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പം നമ്മളത് EMI സെക്ഷനാണ്, EMIയുടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, EMI നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റും. ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റും. അതുപോലെ ഡിസ്ട്രിക്ട് പറഞ്ഞു കഴിയുമ്പോൾ ആ ഡിസ്ട്രിക്റ്റിൽ ഓരോ ഡിസ്ട്രിക്ട് വൈസ് നമുക്ക് നോക്കാനായിട്ടുള്ള കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിസ്ട്രിക്ട് വൈസുള്ള അവരുടെ ഡീറ്റെയിൽ കൊടുക്കും. അപ്പോൾ അവരായിരിക്കും നമ്മുടെ ഓഫീസിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും അത് ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് തന്നെ ഷോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, അപ്പോൾ KCB ബില്ലിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ KCB കൊടുത്തേക്കുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID, ഡിസ്ട്രിക്റ്റ്, നെക്സ്റ്റ് ക്യാഷ് പേയ്മെൻ്റ് ആണോ EMI ആണോ, ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ വാട്സപ്പിൽ ഇപ്പം ഇതിൽ കൊടുത്തിട്ടുള്ള 2 വാട്സപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ 2 വാട്സപ്പ് ഏതെങ്കിലും ഒരു വാട്സപ്പിൽ ഇട്ടാൽ മതി. നെക്സ്റ്റ് ഒരു 5 ഡേയ്സിനുള്ളിൽ നമ്മുടെ ഓഫീസിൽ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഫ്രീ രജിസ്ട്രേഷൻ ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് ഒരു 10 ഡേയ്സിനുള്ളിൽ നമ്മൾ സ്റ്റാഫ് ഓൺ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്തിട്ട് കൊട്ടേഷനും കാര്യങ്ങളെല്ലാം തന്ന് ബാലൻസ് ഉള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള കൊട്ടേഷൻ തരും.
അത് കഴിഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി EMI ഇനി ക്യാഷ് പേയ്മെന്റ് ഏത് രീതിയിലാണ് അടുത്ത പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഓഫീസ് ടൈം വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. മൺഡേ ടു സാറ്റർഡേ ആണ് ഓഫീസ് വർക്കിംഗ് ഡേ. അപ്പൊ മാക്സിമം ഈ 10 മണിക്ക് 5 മണിക്ക് ഇടയ്ക്ക് വിളിക്കാൻ നോക്കിയാൽ ഉപകാരമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിലോട്ട് റിപ്ലൈ ഇട്ടാൽ മതി. നിങ്ങൾ ഒരു 5 ഡേയ്സിനുള്ളിൽ എന്തായാലും കോൺടാക്ട് ചെയ്യും എല്ലാവരും. ഓക്കെ, താങ്ക് യു.